ജാസ്മിൻ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ആ കള്ളനെ പോക്കും. തന്നെ ഇന്നലെ കണ്ടുമുട്ടിയെങ്കിലും ഇത്ര പെട്ടെന്നൊരു പരാതിയായിട്ട് തന്റെ മുമ്പിൽ വരേണ്ട വരുമെന്ന് ഞാൻ കരുതിയില്ല. ഓ, അതൊന്നും സാരമില്ലടോ. ഈ മോഷണം പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരാതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റെന്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്റെ താലിമല തിരികെ കിട്ടണം. 100%. എന്തായാലും സർ പതിപോലെ തന്നെ കഥയും ചെല്ലൊന്നും തകർത്തിട്ടില്ല. പിന്നെ പട്ടി ഇപ്പോഴും മയക്കത്തിലാണ് സർ. ഈ ജോലിക്കാരി ആളെങ്ങനെയുണ്ട്? നല്ല സ്ത്രീയാ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് അവൾ എന്റെ കൂടെ ഉള്ളതാ. ഈ രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ വാതിലുകളൊക്കെ അടയ്ക്കുന്നത്? ഒരു 8-8:30. അതിനു മുമ്പ് പട്ടി അഴിച്ചുവിടും. അപ്പൊ അതിനു മുമ്പ് കള്ളനകത്ത് കയറി. സാറേ, ആ ജോലിക്കാരിക്ക് സാറിനോട് എന്തോ പറയണമെന്ന്. വിളിക്കേ സർ. ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ആ വാ വാ വാ. നമസ്കാരം. നമസ്കാരം. എന്താ പറയാനുള്ളത്? സാറ്, ഞാൻ ഇന്നലെ രാത്രി പാത്രം കഴികൊണ്ടിരുന്നപ്പോഴേ പുറത്തൊരു ബക്കറ്റ് നീങ്ങണ പോലെ തോന്നി. ബക്കറ്റ് നീങ്ങുന്ന പോലെ? ആ, ഞാൻ വിചാരിച്ചു അത് വല്ല പട്ടിയും പൂച്ചയാണെന്ന്. പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ നോക്കാൻ വന്നപ്പോഴേ അതവിടെ കണ്ടില്ല സാറേ. തിരിച്ച് അകത്തേക്ക് കയറാൻ നേരം നോക്കിയപ്പോ ദേ ഇരിക്കുന്നു അടുക്കള അതിന്റെ അടുത്ത്. ഞാൻ എടുത്ത് നോക്കിയപ്പോ അതിന് 2 ഓട്ടയുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബക്കറ്റ് അല്ലായിരുന്നു സാറേ. പിന്നെ കാലത്ത് നോക്കിയപ്പോ അതവിടെ കാണാനുമില്ല. ആ, ഈ ബക്കറ്റ് കണ്ടത് ഏകദേശം ഒരു എത്ര മണിക്കായിരിക്കും? അത് ഒരു 8 മണി ഉണ്ടാവും സാറേ. ആ, 8 മണി. ബക്കറ്റിന് എന്ത് വലിപ്പമുണ്ടാവും? ഇത്ര ഉണ്ടാവും സാറേ. അത് സാരമില്ല. ഹംസ, ഇവിടെയുള്ള ബക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേ. ആ, നോക്കിയേ, ഇതിലേതിൻ്റെങ്കിലും ഒക്കെ വലിപ്പം ഉണ്ടായിരുന്നോ? ഇതിനേക്കാളും കുറച്ച് വലുതായിരുന്നു സാറേ. ഓ, അപ്പോൾ ഒരു 2, 2.5, 3 അടി വലിപ്പം വരും അല്ലേ? ജാസ്മിൻ, താനൊന്ന് വിട്ടോ, ഞാൻ വിളിച്ചോളാം. ശരി. ആ ശരി. ആ, നമസ്കാരം. സാറേ, ഇതിന്റെ പിന്നിൽ അവൻ തന്നെയാ, ഉറപ്പാ. അതെനിക്കറിയാടൂ. ഈ ജാസ്മിൻ എൻ്റെ പഴയൊരു ക്ലാസ്മേറ്റാ. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് അവളെ ഒന്ന് ബോധിപ്പിക്കണ്ടേ? അതിന് ഞാനൊരു നമ്പർ ഇട്ടാ. എന്നാലും ആ ബക്കറ്റ് കഴിച്ചോടാ. വേണ്ട സാറേ. സാരമില്ല, അടിച്ചോ. അതല്ല സാറേ, ഞാനിത് നിർത്തിയതാണ്. അതുമല്ല, സാറിനോട് ബഹുമാനക്കുറവാകും. അടിക്കലെടുത്തു. ഓ, സാറിനെ വിളിപ്പിച്ചെന്താണെങ്കിൽ മനസ്സിലായി. അവൻ മോശക്കാരനല്ല സാർ, പുലിയ. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. കൊല്ലാനും അടിക്കാത്ത കൂട്ടരാ. എടാ, നിനക്ക് എന്ത് വേണം ഞാൻ തരാം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവനെ പൊക്കിയേ പറ്റൂ. നിനക്കാകുമ്പോ ഇതുപോലുള്ളവന്മാരെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ പൊക്കം കുറഞ്ഞൊരുത്തനാണ് ഇതിന്റെ പുറകില്. സാറ് ധൈര്യമായിട്ടിരി. പരുന്ത് കോഴിക്കുഞ്ഞ് റാഞ്ചും പോലെ ഞാൻ അവനെ പോക്കിയിട്ട് സാറിനെ മുന്നിൽ കൊണ്ടിട്ട് തരാം. പക്ഷെ കുറച്ച് ക്യാഷ് ചെലവ് വരും. എന്തിന്? കുറച്ച് പേർക്ക് കുപ്പി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാ. ആ, നീ ഒരു കാര്യം ചെയ്യ്, നാളെ സ്റ്റേഷനിലോട്ട് വാ, ഞാനത് അറേഞ്ച് ചെയ്ത് തരാം. അല്ല, എനിക്ക് ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, സാർ അത് ഇട്ടുതന്നാൽ മതി. ആ ശരി, ഇട്ട് തരാം. സാറേ, എന്താ? ഒരെണ്ണം എന്താ? ഒരു ചെറുത്. ആ, എടുത്തു. ഓക്കെ സാർ. താങ്ക് യു സാർ. നിങ്ങക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ? ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളൻ. നിങ്ങക്ക് നാണമില്ലേ? എടീ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് നീ കേട്ടിട്ടില്ലേ? അതാണ് എന്റെ തന്ത്രം. അവസാനം ഈ മുള്ളേ നിങ്ങളുടെ തൊണ്ട തന്നെ കുത്തി കേറരുത്, പറഞ്ഞേക്കാം. ഓ, നെഗറ്റീവ്. തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ നീ ഒന്ന് പോയേ. ഇവിടെ നോമര് വരാൻ സാധ്യതയില്ല, മൊത്തം പട്ടികള. ഓം പവിത്രം പാവനാശനം ആയുർതേജോ ബലം സൗഖ്യം പിതൃകർമ്മ ക്രിയാഹം. ആ ഇലയിലെ ഒരു ഉരുളയെടുത്ത് കുടുംബ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് അതും ഇലയിൽ വയ്ക്കുക. കൈ നനയ്ക്കുക. പവിത്രം അഴിച്ച് പിണ്ടത്തിൽ വെച്ച് തൊഴുത് നമസ്കരിച്ച് പിതൃമോക്ഷത്തിനായി പ്രാർത്ഥിക്കുക.
എന്തുവാടോ ഇത്? അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ട താനിങ്ങനെ തുടങ്ങിയാലോ? വർഷം ഒന്നായില്ലേ? യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. എനിക്ക് പറ്റുന്നില്ല ജിജു. അച്ഛൻ മരിച്ചൊന്നും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേറെ കറങ്ങാൻ പോകാതെ നേരെ വീട്ടിലേക്ക് പോയിക്കണം കേട്ടോ. അമ്മയോടെ കാത്തിരിപ്പുണ്ടേ. ഓ പിന്നെ ഇറങ്ങ. പിന്നെ വൈകുന്നേരം ഞാൻ കുറച്ച് ഡിലേ ആവും. നീ ഇവിടെ വന്ന് വെറുതെ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ വരും അച്ഛാ. ഓ ഓക്കെ ബൈ. ബൈ. അച്ഛൻ്റെ ആത്മാവ് നിന്നെ കാണുന്നുണ്ടാവും. നീ വിഷമിക്കുന്നത് ശ്രീധരേട്ടന് സഹിക്കാൻ കഴിയില്ല. നീ ഒന്ന് എഴുന്നേറ്റ് വാ, എന്നിട്ടൊന്ന് മുഖമൊക്കെ കഴിയിട്ട് വാ. അതെ, നമുക്ക് പോവാം. ഇന്ന് റിഹേഴ്സൽ ഉള്ളതാ, എല്ലാവരും എത്തിക്കാണും. നീ പോയിക്കോ, ഞാൻ വന്നോളാം. അത് വേണ്ട, മോനെ അവളെയും കൂടെ കൊണ്ടുപോയിക്കോ. അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ഇവളിവിടെ ഇരുന്ന് കരയും. അതും കൂടെ കാണാനുള്ള ശേഷിയില്ല എനിക്ക്. മോൻ്റെ അമ്മയോട് ഒന്ന് ഇവിടെ വരെ വരാൻ പറയോ? പറയാം. രാത്രി ഉറക്കമില്ല മാർക്ക്. നിർത്ത്. നീയായിരുന്നോ? നീ എവിടെ പോന്നു? സാറേ, ഉണ്ട ചോറിനും ചന്ദ്രൻ നന്ദി കാണിച്ചിരിക്കും. ഞാൻ സാറിന് വേണ്ടി ഇറങ്ങിയതാ. നീ അത് കാര്യമായിട്ട് നോക്കണടാ. സാറേ, അവനെ ഞാൻ പിടിച്ചു തരാം. സാറെന്നെ പോലീസിലെടുക്കൂ. എടുക്കണോ? ചെല്ല്. വരട്ടെ സാറേ. ചെല്ല്. സണ്ണിച്ചൻ ഇതുവരെ റെഡിയായില്ലേ? കുർബാന അടങ്ങാൻ നേരമായി. നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം അറിയിക്കാതിരിക്കാനാണോ ഇങ്ങനെയൊക്കെ? എത്ര നാളായി നിനക്ക് ഈ പ്രായ വ്യത്യാസം തോന്നി തുടങ്ങിയിട്ട്? ആ, തോമച്ചനും ചേച്ചിയോ? വാ. സണ്ണി ഇല്ലേ? ഉണ്ട്. ഞങ്ങള് പള്ളിയിലേക്ക് പോയിറങ്ങുമായിരുന്നു. ഇരിക്കെ. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. മോളുടെ കല്യാണം ഉറപ്പിച്ചു. ആണോ? ഞങ്ങള് നിങ്ങളെ ക്ഷണിക്കാൻ ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് സണ്ണി വിശേഷം? സുഖം. താൻ ആള് കുറച്ച് സുന്ദരനായിട്ടുണ്ടല്ലോ. സണ്ണി മാത്രല്ല, ക്ലാരയും നല്ല സുന്ദരിയായിട്ടുണ്ട്. ക്ലാര ബ്യൂട്ടി പാർലർ പോകുന്നുണ്ടോ? പുരിയൊക്കെ ത്രെഡ് ചെയ്തിരിക്കുന്നു. പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പോഴെന്തായാലും നല്ലൊരു മണവാട്ടിയെ പോലെ ഉണ്ട്. മണവാട്ടി? ആരുടെ മണവാട്ടി ആണാവോ? ഇരിക്കൂ. ചായ കുടിക്കേ. എന്നാ ജാൻസിയുടെ കല്യാണം? വരുന്ന 17-നാ. രണ്ടാളും ഉറപ്പായും വരണം. ഞങ്ങളങ്ങ് എത്തിയേക്കാം. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും മക്കളില്ലാത്തൊരു ദുഃഖം തീരാ ദുഃഖം തന്നെയാ. ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നില്ലേ? ഉണ്ട്. ഞങ്ങൾ അടുത്തിടെ അറിഞ്ഞേ സണ്ണിയുടെ കുഴപ്പം കണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അല്ലേ? വിഷമിക്കൊന്നും വേണ്ട, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്ക്, കർത്താവ് കേൾക്കും. വചനം വായിച്ചിട്ടില്ലേ സണ്ണി? അബ്രഹാമിന് 100ാമത്തെ വയസ്സിലെ ഇസഹാക്ക് ഉണ്ടായത്. ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു 60 കഴിഞ്ഞ ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നു. അത് ഇരട്ടക്കുട്ടികൾ. മതി പോവാം. സണ്ണി ഒത്തിരി സ്ഥലത്ത് കല്യാണം വിളിക്കാറുണ്ട്. ഞങ്ങൾ ഇറങ്ങുക. എന്തൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത നാക്കാടി നിന്നത്. അതിന് ഞാൻ ബൈബിളിന്റെ കാര്യമില്ല പറഞ്ഞത്, വെറുതെ എന്നെ വെക്കട്ട് കയറാൻ പറയുന്നത്. നിന്റെ നാക്കെ പിടിക്കാൻ ഞാനില്ലേ? മക്കളുണ്ടാവാത്ത സണ്ണിച്ചേന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മാതാവാണേ സത്യം.